ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തേക്കുംകുടി ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചമ്മരെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബാത്റൂം വാളിൽ 4x2 ടൈലിൽ ചെയ്ത സിമ്പിളായിട്ടുള്ള കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. കൂടാതെ കട്ട് ചെയ്ത രീതിയും അതിൻ്റെ അളവും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും തന്നെ കാണുക. നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എന്നെ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അധികം ബോറടിപ്പിക്കാതെ നേരെ വീഡിയോയിലിട്ട് പോകാം. മച്ചന്മാരെ, അപ്പം നിങ്ങൾക്ക് ഈ സൈറ്റ് ഇതിനു മുമ്പ് പരിചയം ഉണ്ടാവും. നമ്മൾ ജാളി വർക്ക് ചെയ്ത സൈറ്റ് തന്നെ കേട്ടോ. അപ്പോൾ ജാളി വർക്കിൻ്റെ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും, കാണാത്തവർക്ക് പോയി കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഹാളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് കജാരിയുടെ 160/80 ചെയ്ത ഒരു ഐവറി ഷെയ്ഡിലുള്ള ഒരു മനോഹരമായൊരു ടൈലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഹാളിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഓപ്പൺ കിച്ചൺ കാണാം. ഓപ്പൺ കിച്ചൻ്റെ ഏരിയയിൽ ഒരു കൗണ്ടർ ടോപ്പ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. നാനോ വൈറ്റ് G7 ആണ് ചെയ്തിരിക്കുന്നത്. ഡബിളൊക്കെ ചെയ്ത് അതിന് സെൻട്രലായിട്ട് നമ്മൾ ഒരു 3mm ഗ്രാനൈറ്റും കൂടെ കട്ട് ചെയ്ത് കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ സ്ലാബുകളൊക്കെ ചെയ്തിരിക്കുന്നത് ടെലിഫോൺ ബ്ലാക്ക് ഗ്രാനൈറ്റാണ്. കിച്ചൺ വാള് ചെയ്തിരിക്കുന്നതാണെങ്കിൽ 4x2 ടൈല് നമ്മൾ 15 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്ത് അപ്പോക്സിയൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ വീട്ടിൽ 4 ബാത്റൂമാണുള്ളത്. 4 ബാത്റൂമിലും ചെയ്തിരിക്കുന്നത് 4x2 ടൈലാണ്. 4x2 ടൈല് നമ്മൾ കീറിയിട്ട് ചെറിയൊരു ഡിസൈൻ പോലെയൊക്കെ ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഓരോ ബാത്റൂമിലെയും ഡിസൈനും അതിൻ്റെ അളവുകളും എങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നുള്ള കാര്യങ്ങളാണ്. ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ഹാളിൽ ചെയ്തിരിക്കുന്ന കജാരിയുടെ അതേ സീരീസ് തന്നെയാണ്. അതിൻ്റെ സൈസ് ചെറുതാണെന്ന് മാത്രം, 4x2 ആണെന്ന് മാത്രമേ ഉള്ളൂ. കളറും ഡിസൈനും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ബാത്റൂമിൽ ചെയ്തിരിക്കുന്ന ഓരോരോ ഡിസൈനുകളായിട്ട് പരിചയപ്പെടാം. ആദ്യം നമ്മൾ പോകുന്നത് ബാത്റൂം 1. നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ ബാത്റൂമിലെയും ലൈറ്റ് കളറ് സെയിം ആട്ടോ. എല്ലാ ബാത്റൂമിലും ഒരേ ലൈറ്റ് കളറാണ്. ഡാർക്ക് മാത്രമാണ് നമ്മൾ ബോർഡർ ചെയ്യാനായിട്ട് മാറ്റി എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഹൊറിസോണ്ടൽ ബോർഡറിലേക്ക് ആദ്യം പോകാം. ബോർഡർ സ്റ്റാർട്ട് ചെയ്യുന്നത് വെന്റിലേഷൻ്റെ സ്റ്റാർട്ടിങ് മുതലാണ്. ഫ്ലോറിൽ നിന്നും 2 അടി ഹൈറ്റ് വിട്ടിട്ട് അതിന് മുകളിലേക്ക് ബ്ലൂ ബോർഡർ 30 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്ത് നമ്മൾ ഡോറിൻ്റെ എൻഡ് വരെ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ലൈറ്റ് ഷെയ്ഡ് 3 ബോർഡറുകൾ 10 സെൻറ്റിമീറ്റർ വീതം കട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്തിരിക്കുകയാണ്. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് 30 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ബോർഡറും കൂടി ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന അളവിലെല്ലാം ഒരു 3 mm വീതം കുറവുണ്ടാവും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്പേസർ ഗ്യാപ്പ് ഇടാനുള്ള അളവ് കുറച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോർഡറുകളെല്ലാം ഡോറിൻ്റെ അവിടെ തീരുകയാണ്. നമ്മൾ വെന്റിലേഷൻ ചെയ്തിരിക്കുന്നത് മർപ്പ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആട്ടോ. സിറ്റൗട്ടിലൊക്കെ ചെയ്ത ഗ്രാനൈറ്റ് തന്നെ കട്ട് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അടുത്തത് നമുക്ക് വെർട്ടിക്കൽ ബോർഡറിലേക്ക് പോകാം. വെർട്ടിക്കൽ ബോർഡർ ചെയ്തിരിക്കുന്നത് ഷവർ വരുന്ന വാളിലാട്ടോ. ഷവറിൻ്റെ സെൻറ്ററാക്കി 10 സെൻറ്റിമീറ്റർ വീതം 3 ലൈറ്റ് ബോർഡറുകളും 4 ബ്ലൂ ബോർഡറുകളുമാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഏരിയകളിലെല്ലാം ലൈറ്റ് ഷെയ്ഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മൾ വാഷ് ബേസിൻ വരുന്നതിൻ്റെ താഴെ ഫ്ലോറിൽ ഒരു ചെറിയൊരു ബോർഡർ പോലെ ചെയ്തിട്ടുണ്ട്. നമ്മൾ കാലൊക്കെ കഴുകുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോണും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ബാത്റൂം 1-ലുള്ളത്. അടുത്തത് നമുക്ക് ബാത്റൂം 2-ലെ ഡിസൈൻ ഒന്ന് പരിചയപ്പെടാം. ബാത്റൂം 2-ൽ ഓവറായിട്ടുള്ള ഡിസൈനുകളൊന്നുമില്ല. എങ്കിലും നമ്മൾ ഷവർ വരുന്ന ഏരിയയിൽ ഒരു ഫുൾ ടൈൽ ഡാർക്ക് ടൈല് കട്ട് ചെയ്തിട്ട് സെൻറ്ററാക്കി കട്ട് ചെയ്തിട്ട് കോർണറിൽ നിന്നും 2 സൈഡിലേക്ക് 2 അടി വീതം വെച്ച് ചെയ്തിരിക്കുകയാണ്. കൂടാതെ നമ്മൾ വാഷ് ബേസിൻ്റെ ഏരിയകളിലും നമ്മൾ ഫ്ലോറിൽ ബാത്റൂം ഫ്ലോർ ചെയ്തിരിക്കുന്ന ടൈല് തന്നെ കട്ട് ചെയ്ത് ഒന്നിടവിട്ട് ചെറിയൊരു ബോർഡർ പോലെ ചെയ്തിട്ടുണ്ട്. കൂടാതെ വെന്റിലേഷൻ വരുന്ന ഏരിയയിലും നമ്മൾ മർപ്പ് ചെയ്തിരിക്കുന്നത് സിറ്റൗട്ട് ചെയ്ത ഗ്രാനൈറ്റ് തന്നെ ചെയ്ത് മോൾഡ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അടുത്തായിട്ട് വരുന്നത് ഹൊറിസോണ്ടൽ ബോർഡറാണ്. ഈ ബോർഡർ ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ നിന്നും 2 അടി വിട്ടിട്ട് 25 സെൻറ്റിമീറ്ററിൻ്റെ ഡാർക്ക് ബോർഡർ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ബാത്റൂം ഡോറിൻ്റെ എൻഡ് വരെ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് 10 സെൻറ്റിമീറ്ററിൻ്റെ ലൈറ്റ് ഷെയ്ഡ് ബോർഡറും ചെയ്തിരിക്കുന്നു. അതിന് മുകളിലായിട്ട് വീണ്ടും 25 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് ബോർഡറും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബാത്റൂം 2-ൽ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ബാത്റൂമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയുള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകാം. ഇപ്പോൾ നമ്മുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോക്സി വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രാനൈറ്റൊക്കെ ഡബിളൊക്കെ ഒട്ടിച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെയിലൊക്കെ ആണെങ്കിൽ സ്റ്റീലിൻ്റെ ആട്ടോ. സ്റ്റീലിനകത്ത് വുഡിൻ്റെ പെയിൻ്റൊക്കെ അടിച്ച് അതിൻ്റെ ടോപ്പിൽ വുഡൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വുഡ് കൊണ്ട് ചെയ്ത ഒരു ഹാൻഡ് റെയിലാണെന്ന് പറയൂ. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് വർക്കേഴ്സ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ ചെയ്തിരിക്കുന്നത് താഴെ ചെയ്ത 4x2 ടൈല് തന്നെയാണ്. സെയിം ഡിസൈനാണ് എല്ലായിടത്തും ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോർ കംപ്ലീറ്റ് 4x2 കേട്ടോ.
അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പോകുന്നത് ബാത്റൂം 3 ആണ്. ഇതിൽ ഡിസൈനും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബാത്റൂം 3യിൽ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ചെയ്തിരിക്കുന്നത്. താഴെ ബാത്റൂം 1ൽ ചെയ്ത സെയിം ഡിസൈൻ തന്നെയാണ്. അതിനകത്ത് ചെറിയൊരു മാറ്റമുണ്ടെന്ന് മാത്രം. ഷവർ വരുന്ന വാളിൽ ഡിസൈൻ ഒന്ന് മാറ്റി ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് 15 സെൻറ്റിമീറ്ററിൻ്റെ ബോർഡറുകളാണ്. 15 സെൻറ്റിമീറ്ററിൻ്റെ ഗ്രേ ബോർഡറും വൈറ്റ് ബോർഡറും കട്ട് ചെയ്ത് ഒന്നര വിട്ട് ചെയ്തിരിക്കുന്നു. 15 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 14.7 നമ്മൾ കട്ട് ചെയ്യുന്നത്. 3 mm സ്പേസർ ഗ്യാപ്പാണ് എല്ലായിടത്തും ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് മാറ്റ് എപ്പോക്സിയാണ് കംപ്ലീറ്റ് വാളിലും നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മളെല്ലാ ബാത്റൂമിലെയും വെന്റിലേഷൻ മാർക്ക് ചെയ്തിട്ടുള്ള പോലെ ഇതിലും നമ്മൾ ഗ്രാനൈറ്റ് ബോർഡർ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അടുത്ത ബോർഡർ വരുന്നത് നമ്മൾ താഴെ ചെയ്തതിൻ്റെ സെയിം തന്നെ കേട്ടോ. വെന്റിലേഷൻ്റെ സെൻറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 30 സെൻറ്റിമീറ്ററിൻ്റെ ബോർഡറും 10 സെൻറ്റിമീറ്ററിൻ്റെ ലൈറ്റ് ബോർഡറുകളാണ് ചെയ്തിരിക്കുന്നത്. താഴെ ചെയ്ത അതേ സെയിം ബോർഡർ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഫ്ലോറിൽ ചെയ്തിരിക്കുന്നത് 2x2 ഗ്രേ ഷെയ്ഡ് മാറ്റ് ഫിനിഷ് ടൈലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലെ ബാത്റൂമിലാണ് കൂടുതൽ ലീക്കേജ് കാണാറുള്ളത്. അതുകൊണ്ട് നമ്മൾ ബാത്റൂം ഫ്ലോറിൽ വേറെ ബോർഡറൊന്നും കട്ട് ചെയ്യാനായിട്ട് നിന്നില്ല. പ്ലെയിനായിട്ട് തന്നെ വിരിച്ചു വിടുകയാണ് ചെയ്തത്. അവസാനമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബാത്റൂം 4 ആട്ടോ. ബാത്റൂം 4ൽ ഒരു സിമ്പിൾ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. എങ്കിലും വർക്ക് കഴിഞ്ഞപ്പോൾ അടിപൊളി ലുക്കായിരുന്നു കേട്ടോ. നമ്മൾ ചെയ്തിരിക്കുന്നത് എല്ലാ ബാത്റൂമിലും ചെയ്ത പോലെ തന്നെ ഫ്ലോറിൽ നിന്നും 2 അടി ഹൈറ്റ് വിട്ടിട്ട് ഒരു 10 സെൻറ്റിമീറ്ററിൻ്റെ ഡാർക്ക് ബോർഡർ, അതിനുശേഷം ലൈറ്റ് ബോർഡർ 15 സെൻറ്റിമീറ്റർ, വീണ്ടും ഒരു 10 സെൻറ്റിമീറ്ററിൻ്റെ 3 ബോർഡർ ഡാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു 15 സെൻറ്റിമീറ്ററിൻ്റെ ലൈറ്റ് ബോർഡർ, വീണ്ടും അതിൻ്റെ മുകളിൽ ഒരു 10 സെൻറ്റിമീറ്ററിൻ്റെ ഡാർക്ക് ബോർഡർ. ഇങ്ങനെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫ്ലോറിൽ ചെയ്തിരിക്കുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡാട്ടോ. നല്ല അടിപൊളി ലുക്കായിരുന്നു കേട്ടോ ഇത് കാണാനായിട്ട്. നമ്മളെല്ലായിടത്തും സ്പേസർ ഗ്യാപ്പിട്ട് അപ്പോക്സി നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബാത്റൂം ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെയുള്ള കോർണർ ഏരിയ, വാളും ഫ്ലോറും തമ്മിലുള്ള കോർണർ ഏരിയ എല്ലായിടത്തും 3 mm സ്പേസർ ഗ്യാപ്പ് ഇടണമെന്ന് നിർബന്ധമായിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അതിലൂടെയൊക്കെ ലീക്ക് ആവാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ കൂടുതലായിട്ട് ലീക്കേജ് കാണിക്കും. ഫസ്റ്റ് ഫ്ലോർ ആയാലും ഗ്രൗണ്ട് ഫ്ലോർ ആയാലും സ്പേസർ ഗ്യാപ്പ് ഇടുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. വേസ്റ്റ് ടാപ്പ് വരുന്ന ഏരിയയിലും എല്ലായിടത്തും സ്പേസർ ഗ്യാപ്പ് ഇട്ട് അപ്പോക്സി വർക്ക് ചെയ്തോളണം. നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമായിട്ടത്. ഇത് ചെയ്താലാണ് നമുക്ക് ലീക്കേജ് പൂർണ്ണമായിട്ടും തടയാൻ പറ്റുള്ളൂ. നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. ടൈൽ ഒട്ടിക്കുന്നതിനാണ് മെയിനായിട്ടുള്ള കാര്യം ഇരിക്കുന്നത്. സ്പേസർ ഗ്യാപ്പ് ഇട്ട് അപ്പോക്സി വർക്ക് കൃത്യമായിട്ട് ചെയ്യുക, എങ്കിൽ ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ബാത്റൂം ഡിസൈനുകളൊക്കെ കഴിഞ്ഞു. നമ്മൾ ഹാളിലൊക്കെ ചെയ്തിട്ടുള്ള അപ്പോക്സി ഒന്ന് പരിചയപ്പെടുത്താം. ഗ്ലോസി ഫിനിഷിങ്ങിൽ നമ്മൾ ഗ്ലാസ് അപ്പോക്സി ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഗോൾഡൻ ഗിൽറ്റാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. എപ്പോഴും നിങ്ങൾ ഗ്ലോസി ടൈലിൽ ഗ്ലാസ് അപ്പോക്സി മാത്രം ചെയ്യുക, എങ്കിലാണ് അഴുക്ക് പിടിക്കാതിരിക്കുള്ളൂ. അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഒന്നില്ലെങ്കിൽ ടൈലിൻ്റെ സെയിം കളറോ അല്ലെങ്കിൽ ഗോൾഡൻ ഗിൽറ്റ് പോലത്തെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ബ്ലാക്ക് ചെയ്യാം. എന്തായാലും ഗ്ലാസ് അപ്പോക്സി മാത്രം ഗ്ലോസി ടൈലിൽ ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് നമ്മൾ ചെറിയൊരു ബാൽക്കണിയാണ്. ബാൽക്കണി കാണിക്കാൻ പോകുന്നതല്ല, നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ഒരു വർക്ക് ഉണ്ടായിരുന്നു, ജാളി വർക്ക്. ജാളി വർക്കിൻ്റെ പെയിൻറ്റിങ് കടിച്ച എല്ലാ ഫിനിഷിംഗ് ലുക്ക് നമുക്ക് ആ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണാത്തവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, തീർച്ചയായും നിങ്ങൾ കാണുക. ജാളി വർക്കൊക്കെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ലുക്കായിട്ടോ. മച്ചന്മാരെ, ഇപ്പോൾ നമ്മുടെ ബാത്റൂം ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് ഡിസൈനാണ് ഇഷ്ടപ്പെട്ടതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. എല്ലാ മച്ചാന്മാർക്കും ഗുഡ് ബൈ.